അപ്പോൾ നമ്മുടെ കോമ്പ് ഷേപ്പിലുള്ള ഗുലാബ് ജാമുന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്. അപ്പോൾ കപ്പളവില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ ബൗൾ എടുത്തോളൂ. പിന്നെ വേണ്ടത് ഒരു 2 ചെറിയ പീസ് ബട്ടർ, ഏകദേശം ഒരു 3 ടീസ്പൂൺ. അപ്പോൾ ഈ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഗീ എടുത്താലും മതിയാകും, നെയ്യ്. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ പാലും അതുപോലെ ബട്ടറും കൂടി ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് തിളച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് മൈദ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മൈദ അങ്ങ് കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ പാല് നന്നായി ചൂടായതുകൊണ്ട് തീയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ. ഇത് ശരിക്കും ചപ്പാത്തിയേക്കായി കുറച്ചുകൂടി സോഫ്റ്റാണിത്. കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ഒരു സ്മോൾ പീസ് എടുത്തിട്ട് നല്ല റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് നീളത്തിലാക്കണം. ഇതുപോലെ കണ്ട, ഇതുപോലെ നമ്മളെ കൈ ഉപയോഗിച്ച് നീളത്തിലോട്ടാക്കുക. ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഒരു ബോൾ തയ്യാറാക്കി എടുക്കുക. ചെറിയ ചെറിയ പീസേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് പരത്തി നീളത്തിൽ ആക്കിയെടുക്കുക, ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടത് 2 ചീപ്പാണ്. 2 പുതിയ ചീപ്പ് എടുക്കുക. ഈ കോമ്പ് ഷേപ്പിലാണ് നമ്മൾ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിന് ഗുലാബ് ജാമുൻ എന്ന് പേരിട്ടത്. അപ്പോൾ നമ്മുടെ ഈ ചീപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നോക്കുക. ഈ വലിയ ഭാഗം എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചീപ്പിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വേണം ഇത് വെക്കാൻ. എന്നിട്ട് ഒന്ന് അമർത്തിയിട്ട് താഴോട്ട് പ്രസ് ചെയ്യുക. ഇത് ഒട്ടിപ്പിടിച്ചാണ്ടോ, ഇത് വീണ്ടും ടോപ്പിൽ വെക്കുക. ടോപ്പിൽ വെച്ചിട്ട് താഴോട്ട് അമർത്തുക. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഞാൻ 2-3 എണ്ണം കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടത്തുള്ളൂ. ടോപ്പിൽ വെക്കുക, താഴോട്ട് പ്രസ് ചെയ്യുക. കണ്ടോ, താഴോട്ട് പ്രസ് ചെയ്യുക, അങ്ങ് വിടുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 2-3 എണ്ണം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസിയാണ്, പാടൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പ് ഷേപ്പിലോട്ട് ഞാനെല്ലാം ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെയാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത്. നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ഈ സമയത്ത് മറ്റൊരു അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ സമയത്ത് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്നവരെ ഫ്രൈ ചെയ്യാം. ഒരു വശം ഗോൾഡൻ നിറമായാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നന്നായി തിളച്ച് നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവാണ് വേണ്ടത്. നമുക്കൊന്ന് നോക്കാം, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ എൻ്റെ കൈ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതുകൂടി നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം.
അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ച ഗുലാബ് ജാമുൻ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്യുക. ഇത് എന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ ഷുഗർ സിറപ്പിൽ നമുക്ക് ഇട്ടേക്കാം. ഇത് ശരിക്കും നല്ലപോലെ ഈ ഷുഗർ സിറപ്പ് കുടിക്കും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ യമ്മി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ, കോമ്പ് ഷേപ്പിലുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ